ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബേബി ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങുമായാണ്. ഇന്ന് ഞാൻ തയ്ക്കുന്നത് 3 തൊട്ട് 3.5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ബേബി ഫ്രോക്കാണ്. 1/2 മീറ്റർ തുണി കൊണ്ടാണ് ഞാൻ ഈ ബേബി ഫ്രോക്ക് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 മീറ്റർ കോട്ടൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. 1/2 മീറ്റർ തുണി വെച്ച് എങ്ങനെയാണ് ഈ ബേബി ഫ്രോക്ക് കട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തുണിയെ ഒന്ന് ഇതുപോലെ രണ്ടായി മടക്കുക. അതിന് ശേഷം ഒന്നുകൂടി ഇത് മടക്കി കൊടുക്കുക. അപ്പോൾ തുണിയെ 4ആയി ഞാൻ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. തുണിയെ 4ആയി മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ അളവുകൾ ഓരോന്നും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ വന്നിരിക്കുന്നത് 5 ഇഞ്ചാണ്. ഷോൾഡർ 5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നെക്ക് എടുത്തിരിക്കുന്നത് ഒരു 2.25 ഇഞ്ച് മതി. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇറക്കം 3 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ബാക്ക് നെക്ക് എടുക്കുന്നത് ഒരു 2 ഇഞ്ചാണ്. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചും ബാക്ക് നെക്ക് 2 ഇഞ്ചുമാണ് ഞാൻ എടുത്തത്. ഇനി ഇതിൻ്റെ കഴുത്തൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആം ഹോള് ഒരു 5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വണ്ണം 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിൻ്റെ ആം ഹോളൊന്ന് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് താഴോട്ടേക്ക് ഞാൻ ചെരിച്ച് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇറക്കം 13 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇറക്കം 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ വണ്ണം മുകളിൽ ഞാൻ 6.5 എടുത്തത്. അപ്പോൾ അതുകൊണ്ട് താഴത്തെ വണ്ണം 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയുള്ള അളവുകളാണ് ഞാനിവിടെ എടുത്തത്. വണ്ണത്തിൻ്റെ മുകളിൽ 6.5 ഇഞ്ചും താഴെ 7 ഇഞ്ചും. മുകളിൽ 6.5 ഇഞ്ചാണ് ഞാൻ എടുത്തത്, താഴെ 7 ഇഞ്ച്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തൊന്ന് ഫ്രില്ല് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കഷ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തുണിയുടെ ബാക്കി ഭാഗത്തുനിന്ന് ഇതിൻ്റെ താഴെ ഫ്രില്ല് വെക്കാൻ തുണി വേണം. അപ്പോൾ അതിനെ 4ആയി മടക്കിയ തുണിയാണ്. അപ്പോൾ അതിൻ്റെ ഇറക്കം 8 ഇഞ്ചും വീതി ഒരു 10 ഇഞ്ചോളം എടുക്കാം. 10ൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഫ്രില്ല് വെക്കാം. മിനിമം ഒരു 10 ഇഞ്ചെങ്കിലും വേണം. ഇപ്പോൾ ഒരു 10 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള ഒരു തുണിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചുരുക്ക് വെക്കുമ്പോൾ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് ഭാഗം ഒന്ന് മാറ്റി വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ ബാക്ക് ഭാഗം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് കുടുക്ക് വെക്കണം. അപ്പോൾ ഒരു 3.5 ഇഞ്ചോളം ഞാനൊന്ന് താഴ്ത്തി കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ലൈനിങ്ങും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇനി ഇതിൻ്റെ ലൈനിങ്ങും ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം. ലൈനിങ് ഉണ്ടായാൽ മാത്രമേ ഈ ഉടുപ്പ് ഒരു ഭംഗി ഉണ്ടാവൂ. അപ്പം ഇത്
ഇനി ഇതിൻ്റെ ലൈനിങ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ബാക്ക് പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ബെൽറ്റ് വെക്കാൻ വേണ്ടി ഒരു 6 ഇഞ്ചോളം വീതിയിലുള്ള ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്. നീളം ഇതിൻ്റെ ബോഡിയുടെ താഴെ വണ്ണത്തിൻ്റെ അത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റിച്ചിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് വശം പുറമെ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തത്. അതുപോലെ അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചു. ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ സീം അലവൻസിൻ്റെ മാർക്കിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്ക് വശവും ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മാർക്കിങ് ചെയ്തിട്ടുണ്ട്. ഈ കട്ടിങ്ങും ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉൾവശത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മറിച്ചിടുക. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് തൊട്ട് ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ വശവും അതുപോലെ ബാക്ക് വശവും ചെയ്ത് കൊടുത്തു. കത്രിക എടുത്ത് ഇതിൻ്റെ ഉൾവശത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ വരാതെ ഒന്നുള്ളിലേക്ക് കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് മാത്രമേ ഇത് തിരിച്ചിടുമ്പോൾ നല്ല ഷാർപ്പായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിന് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ അവിടെ കട്ടിയായിട്ടുണ്ടാവും. ഇനി എല്ലാ വശവും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടിനെയും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ വശങ്ങൾ കൂട്ടിയോജിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഷോൾഡർ ഒന്ന് കൂട്ടിയോജിപ്പിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ബേബി ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൽ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്കൂടി ഈ ബാക്കിലെ ഈ ഷോൾഡർ ഒന്ന് എടുക്കുക. അതിനുശേഷം രണ്ടിൻ്റെയും ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി അതിനുശേഷം രണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഷോൾഡർ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിനൊരു ബെൽറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടി നേരത്തെ ഒരു തുണി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ആദ്യം എത്രയാണോ നമുക്ക് ബെൽറ്റിൻ്റെ വണ്ണം വേണ്ടത് അപ്പോൾ അത്ര വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 ഇഞ്ച് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇതിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് താഴെ ഭാഗം ആവശ്യമില്ലാത്ത ഭാഗം അങ്ങ് കട്ട് ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ശരിക്കും ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണില്ല. അങ്ങനെയാണ് ഞാൻ ഈ ബെൽറ്റ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ നടുഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ചുരുക്ക് വെക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ച തുണിയെ ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെ വെച്ചെടുത്ത് ഇതിൻ്റെ ഇവിടെ ഇങ്ങോട്ട് ചുരുക്കിട്ട് കൊടുക്കുക. ശരിക്കും നല്ല ചുരുക്കിടണമെങ്കിൽ ഇതിൻ്റെ ഈ വീതിയുടെ 14 ഇഞ്ചിൻ്റെ ഇരട്ടിയെങ്കിലും തുണി വേണം. ഇത് അത്ര തുണിയില്ല. ഇതുപോലെ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മറിച്ചിടാം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ ചുരുക്കിട്ട് കൊടുത്ത് ഇതുപോലെ ഉണ്ടാവും തയ്ച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് തയ്ക്കണം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ 2 സൈഡ് ഭാഗത്തും ഒന്ന് കൂട്ടി ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഞാനൊരു 1/2 ഇഞ്ചാണ്
ഇവിടെ സീം അലവൻസ് എടുത്തത്. അതിന് ശേഷം ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു അരയിഞ്ചാണ് കൊടുത്തത്. ഇനി ഇതിൻ്റെ ഈ ഫ്രില്ലും താഴെ ഭാഗം വരെ അരയിഞ്ച് വെച്ചൊന്ന് തയ്ച്ചു കൊടുക്കണം. ഇനി ഈ വശവും ഇതുപോലെ തന്നെ തയ്ച്ച് താഴെ വരെ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കാണിക്കാം. നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ മടക്കി തയ്ക്കുന്നില്ല, കുറച്ച് കട്ടിയുള്ള ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് മടക്കി തയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന അളവിനേക്കാൾ ഒരു 1 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ബാക്ക് വശത്ത് ഒരു ഹുക്സ് വെച്ച് കൊടുത്താൽ മതി. വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്കങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബേബി ഫ്രോക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.